ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ബൺ മസ്കമായാണല്ലേ. ഞങ്ങളുടെ എറണാകുളം ജില്ലയിലൊക്കെ ഫുള്ള് ഇതെല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും ചെയ്ത് നോക്കി. ഇപ്പോൾ ബൺ മസ്കയുടെ വിശേഷങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ കേക്ക് ഓർഡേഴ്സൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കേക്കൊക്കെ ഉണ്ടായിരുന്നു. സാറ്റർഡേയും സൺഡേയും 2 ദിവസമായിട്ട് നമ്മൾ ചെയ്ത ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുടെ കാരഡേറ്റ്സ് കേക്കിൻ്റെയും അതുപോലെ പ്ലം കേക്കിൻ്റെയും ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് കാരണം ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മളുടെ ഓർഡേഴ്സൊക്കെ മാനേജ് ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും സമയം പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഇന്ന്, കാരണം കുറച്ച് തിരക്ക് കൂടുതലുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ കൂടുതലായിട്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്ത 2 ഹാഫ് kg കേക്കുകളായിരുന്നു. പിന്നെ ഇപ്പോൾ ചെയ്തതൊരു വൈറ്റ് ഫോറസ്റ്റും 1 kg കേക്കായിരുന്നു കേട്ടോ. ഈ ഒരു ബാപ്റ്റിസം കേക്ക് നമുക്ക് പെട്ടെന്ന് വന്നൊരു ഓർഡറായിരുന്നു. ശനിയാഴ്ച രാത്രി ആയപ്പോഴാണ് അവർ വിളിച്ചിട്ടുണ്ടായത്. നാളെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ബാപ്റ്റിസം ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളൊരു കേക്ക് വേണമെന്ന്. അതുകൊണ്ട് സിമ്പിളായിട്ടാണ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നമുക്കൊരു വെഡ്ഡിങ് കേക്ക് കൂടി ഉണ്ടായിട്ടോ. അപ്പോൾ താഴെ 9 ഇഞ്ച്, സെൻറ്ററിൽ 7 ഇഞ്ച്, അതിൻ്റെ മേളിൽ 5 ഇഞ്ച്. അപ്പോൾ താഴത്തെ 9 ഇഞ്ചിന് എനിക്ക് 9x5 ആണ് ഹൈറ്റ് കിട്ടിയത്. അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡെമ്മി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു വെഡ്ഡിങ് കേക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ താഴെ നമ്മൾ 8 ഇഞ്ചിൻ്റെ ഡമ്മിയാണ്, മേളിൽ 5 ഇഞ്ചിൻ്റെ കേക്കും. താഴെ 8 ഇഞ്ച് സൈസും മേളിൽ 5 കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പൊക്കെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചേട്ടനും ചെറിയൊരു പണിയൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ചേട്ടന് വർക്കൊക്കെ ഉള്ളത് കാരണം കേക്കിൻ്റെ വർക്കിനൊന്നും കൂടാനായിട്ട് പറ്റിയില്ല. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എടുത്ത് വെച്ച ബോക്സസ് ഒക്കെ ഒന്ന് മടക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് തന്നിട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ കേക്കും കപ്പ് കേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു ചെറിയ പണി കൂടി കിട്ടിയിട്ടുണ്ടായിട്ടോ. 2 ദിവസം മുമ്പ് നമ്മുടെ കാറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നത് കാരണം നമുക്ക് ഈ പ്രാവശ്യം ഓർഡേഴ്സ് ഒന്നും കൊണ്ടു കൊടുക്കാനായിട്ട് കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇത്രയും കേക്കുകൾ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഡെലിവറി ചെയ്യാൻ കേട്ടോ. ഈ ഒരു ബാപ്റ്റിസം കേക്കും അതുപോലെ തന്നെ നമ്മളുടെ വെഡ്ഡിങ് കേക്കും. ബാപ്റ്റിസം കേക്ക് തന്നെ 2 ഉണ്ട്. അവർക്കൊരു ബർത്ത്ഡേയും കൂടി അന്നുള്ളത് കാരണം അതിന് വേണ്ടിയിട്ടുള്ളൊരു കേക്കും കൂടി ഉണ്ടായിട്ടോ. അങ്ങനെ കംപ്ലീറ്റ് വർക്കും രാവിലത്തെ ഫിനിഷ് ചെയ്തു. നമ്മളിത് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് ഓട്ടോയ്ക്ക് പോവാൻ കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ടയർ കേക്ക് അവിടെ സേഫായിട്ട് എത്തുക എന്നുള്ളതായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓട്ടോയ്ക്ക് ഇതുപോലെ കേക്ക് കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ ഇതുവരെ കാറിനാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. നല്ല കുലുക്കുമായിരുന്നു. പിന്നെ ഡെമ്മിയും കൂടി ആകുമ്പോൾ നമ്മൾ പറയണ്ടല്ലോ, നല്ല കുലുക്കുമായിരിക്കും. പക്ഷേ നല്ല സേഫായിട്ട് നമ്മളുടെ കേക്ക് എത്തി. അതൊരു മുസ്ലിംസിൻ്റെ വെഡ്ഡിങ്ങും കൂടി ആയത് കാരണം അവരുടെ ചടങ്ങുകളൊക്കെ ഞങ്ങൾ ചെന്ന സമയത്ത് സ്റ്റേജിൽ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് തീരാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ കേക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടോ. അപ്പോൾ നേരിട്ട് നമ്മളുടെ കസ്റ്റമർ വിളിച്ചിട്ട് നമ്മൾക്ക് ഓർഡർ തന്നതായിരുന്നു. പിന്നെ നമ്മളുടെ ആ ഒരു ഈവനിങ്ങിലേക്ക് കൊടുക്കാനുള്ള വെഡ്ഡിങ് റിസപ്ഷൻ കേക്കും കൂടി ചെയ്തിട്ടോ. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള വർക്കും സ്റ്റാർട്ട് ചെയ്തു. സ്പഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചില്ലെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല 8ൻ്റെ പണി കിട്ടും. കാരണം ഇന്നൊരു 3-4 പ്രാവശ്യമെങ്കിലും കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറണ്ട് വന്ന ടൈമിൽ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കി ക്രീമൊക്കെ ബീറ്റ് ചെയ്തൊക്കെ വെച്ചായിരുന്നു കേട്ടോ. ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു 75 പീസ് കേക്കും വേണം, അതുപോലെ തന്നെ 2 ടയർ ആയിട്ടുള്ളൊരു കേക്കും വേണം. 2 വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ഈ 2 ടയർ കേക്കിന് താഴെ നമുക്ക് ഡമ്മിയാണ് കൊടുക്കാനുള്ളത്. അങ്ങനെ ആദ്യം ഞാൻ ഇതുപോലെ 60 പീസാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ഇതൊരു 16x12 ഇഞ്ചിൻ്റെ ബേസും അതുപോലെ 10 ഇഞ്ചിൽ 2 ലെയറായിട്ട് ബേക്ക് ചെയ്തിട്ടാണ് കേക്ക് ചെയ്തത്. പിന്നെ ബാക്കി 15 പീസ് സെപ്പറേറ്റ് വേറെയും ചെയ്തിട്ടോ. അങ്ങനെ 75 പീസാക്കി. പിന്നെ ഇതേപോലെ ക്യാരറ്റ് കേക്ക് ഒരു 60 പീസും കൂടി ഉണ്ടായിട്ടോ. അപ്പോൾ പീസ് കേക്ക് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ഇടയിൽ പീസാക്കലാണ് നമ്മളുടെ ഏറ്റവും വലിയ ടാസ്ക്. കറക്റ്റ് എല്ലാ സൈസും ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് കിട്ടിയിരുന്നാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ബേക്കറിയിലൊക്കെ അവർ മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നവർക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. എന്തായാലും സംഭവമൊക്കെ റെഡിയായി. പക്ഷേ ഇതേ ബർത്ത്ഡേ കേക്കിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. കാരണം അവർക്ക് 11 മണിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടാണ് ഞാൻ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് സൈഡ് പയ്യെ ഒന്ന് ചരിഞ്ഞു പോയി. അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം ഒട്ടും ഉണ്ടായില്ല. ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി ഉണ്ടായിട്ടോ, 1 kg. ഇതൊരു ചെറിയ പർച്ചേസിങ്ങിന് വന്നാൽ കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ബൺ മസ്കയുടെ ഒരു ഇത് കണ്ടിട്ടുണ്ടായില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബട്ടറും അതുപോലെ ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടാണ് വന്നിട്ടുണ്ടായത്. അങ്ങനെ നമ്മുടെ ക്രീമിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയ ഒരു പരിപാടിയല്ല.
എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പുള്ളി ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്, ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ചലഞ്ചിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ബൺ മസ്ക ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ബണ്ണ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പിള്ളേരെയൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം നേരെ നമ്മൾ ഇരിഞ്ഞാലക്കുടയ്ക്കാണ് പോയത്. അവിടെയാണ് ഹോസ്പിറ്റൽ. അവിടെ പോയി നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചു. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള നമ്മളുടെ ബട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ ട്രയലായിരുന്നു അത്. അതൊക്കെ കഴിച്ച് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചായയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ചായക്കൊക്കെ ഒരുപാട് നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ ബണ്ണിനാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ ലൈറ്റായിട്ടുള്ള മധുരമൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്രീമും മിക്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായത്. ഇതവിടെ മാഗ്നസയുടെ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന റേഡിയോളജിസ്റ്റാണ് കേട്ടോ. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചായയൊക്കെ റെഡിയാക്കിയത്. അങ്ങനെ നേരെ ഞങ്ങൾ എല്ലാ ഐറ്റംസുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാഗ്നസയുടെ പേരിലുള്ള ഒരു ടീഷർട്ടൊക്കെ ഞങ്ങൾക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കാനുള്ള ഒരു പ്ലാനിലൊന്നും അല്ല പോയിട്ടുണ്ടായത്. പക്ഷേ അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രിബിൾ പോലെ ഫീൽ ചെയ്തു. കുറച്ച് നേരം ഞങ്ങളോടൊന്ന് എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാനൊക്കെ ആയിട്ട് നിൽക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെറിയൊരു ചാർട്ടിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് കൗണ്ടറൊക്കെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഐറ്റംസ് എല്ലാവരും നമ്മൾ വെച്ചിട്ടുണ്ടായിട്ടോ. വേറെ സ്റ്റാളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ് അതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉള്ളത്. അവിടെയും അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു. അവർ രാവിലെ തന്നെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇത്രയും ദൂരം പോകാനുള്ളത് കാരണം ഒരു 12 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ പിള്ളേരൊക്കെ വന്ന് കഴിച്ചു. എല്ലാവർക്കും ഒരുപാട് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് നേരമൊക്കെ ആരും വരാതെ നിന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമായിരുന്നു. പക്ഷേ 2-3 പേര് വന്ന് കഴിച്ച് അവരുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇനി എന്തായാലും അറിഞ്ഞ ആൾക്കാർ വരുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി കേട്ടോ, ഇങ്ങനെ ഒരു ടീം വന്നിട്ടുണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത്രയും ആൾക്കാരൊക്കെ തന്നെ ഒറ്റയടിക്ക് വന്ന് പോയപ്പോൾ തന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചായ കൊടുക്കാൻ ഒരാൾ, ക്യാഷ് വാങ്ങാൻ ഒരാൾ, ബണ്ണ് കൊടുക്കാൻ ഒരാൾ, അങ്ങനെ കുറച്ചധികം പേര് ഞങ്ങൾ നിന്നിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. സിസ്റ്റർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ചായയാണെന്നൊക്കെ പറഞ്ഞിട്ടോ. നമ്മളിത് ചെയ്യുന്നതിലും കൂടുതൽ നമ്മൾക്ക് അവരുടെ ആ ഒരു അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കേട്ടോ. 2 ദിവസത്തേക്കായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായത്. ഫസ്റ്റ് ഡേ എന്തായാലും ഞങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസം നല്ല സക്സസ് ആയി പോയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.